എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത വർഷം 2025 നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ICC ഇവൻ്റാണ് ചാമ്പ്യൻസ് ട്രോഫി. നമുക്കറിയാം 2024 T20 വേൾഡ് കപ്പിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ICC ടൂർണമെൻറ്റും ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ്. T20 വേൾഡ് കപ്പിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വഴി 12 ടീമുകൾ ഇതിനോടകം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ലീഗിലേക്ക് ഉൾപ്പെട്ടിട്ടുമുണ്ട്. അവശേഷിക്കുന്ന 8 ടീമുകൾ വിവിധ വൻകരകളിലെ ക്വാളിഫയർ മത്സരങ്ങൾ വഴി കളിച്ചെത്തും. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂളുകൾ പുറത്തു വരുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. സോ 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിവരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ ചിരവൈരികളായ പാകിസ്ഥാൻ്റെ മണ്ണിൽ വെച്ചാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ പാകിസ്ഥാനിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ അല്ലെങ്കിൽ BCCI ടീമിനെ അയക്കുമോ എന്ന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ജയ്ഷ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും അതുപോലെ തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യൻ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തുടരുമെന്ന്. സോ അതിനാൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടി വരുന്നത്. അപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫിയുടെ സാധ്യതാ ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യ ഇതുവരെ ടൂർണമെൻറ്റിലേക്ക് ടീമിനെ അയക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഷെഡ്യൂളുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന മത്സരം ആതിഥേയരായ പാകിസ്ഥാനും ഒപ്പം ന്യൂസിലാൻഡും തമ്മിലായിരിക്കും. ഫെബ്രുവരി 19 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന പോരാട്ടത്തിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡുമായിരിക്കും മുഖാമുഖം വരാൻ പോകുന്നത്. ഇനി ഇന്ത്യയുടെ സാധ്യതാ ഷെഡ്യൂളുകളിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി 20 ലീഗ് സ്റ്റേജിൽ ആദ്യ പോരാട്ടത്തിൽ ലാഹോറിൽ ബംഗ്ലാദേശിനെയും, രണ്ടാം മത്സരത്തിൽ ഫെബ്രുവരി 23 ന്യൂസിലാൻഡിനെയും, അവസാന ലീഗ് മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ മാർച്ച് 1 ടീം ഇന്ത്യ നേരിടും. ഇന്ത്യയുടെ 3 മത്സരങ്ങളും ലാഹോറിലാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ കംപ്ലീറ്റ് ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കാം. ഇതൊരു പ്രോബബിൾ ഷെഡ്യൂളാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയുടെ ഷെഡ്യൂളുകളും ഉൾപ്പെടുത്തിയുള്ള ഒരു ഫിക്സ്റ്റേഴ്സാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം ഇതുവരെ വ്യക്തത വരാത്തതിനാൽ തന്നെ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു 100% സെറ്റായ ഷെഡ്യൂൾ നമുക്കിതിനെ പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കിത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി 19 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഇനാഗുറൽ മാച്ച് നടക്കാൻ പോകുന്നത്. ആതിഥേയരായ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും. കറാച്ചിയിൽ വെച്ചായിരിക്കും ആ ഒരു മത്സരം, പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 20 ലാഹോറിലായിരിക്കും രണ്ടാമത്തെ മത്സരം, അതായത് ഇന്ത്യയുടെ ആദ്യ മത്സരം. ബംഗ്ലാദേശ് ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഫെബ്രുവരി 21 കറാച്ചിയിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും മുഖാമുഖം വരും. ഫെബ്രുവരി 22 ലാഹോറിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. ഫെബ്രുവരി 23 ലാഹോറിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ കളിക്കും. ഫെബ്രുവരി 24 റാവൽപിണ്ടിയിൽ പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് പോരാട്ടവും. ഫെബ്രുവരി 25 ലാഹോറിൽ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടവും നടക്കും. ഫെബ്രുവരി 26 റാവൽപിണ്ടിയിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമായിരിക്കും മുഖാമുഖം വരാൻ പോകുന്നത്. ഫെബ്രുവരി 27 ലാഹോറിൽ ബംഗ്ലാദേശ് വേഴ്സസ് ന്യൂസിലാൻഡ്. ഫെബ്രുവരി 28 റാവൽപിണ്ടിയിൽ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഓസ്ട്രേലിയ. മാർച്ച് 1 ഇന്ത്യയുടെ അവസാന ലീഗ് മത്സരത്തിൽ ലാഹോറിൽ പാകിസ്ഥാന് ചിരവൈരികളുടെ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടത്തിൽ മാർച്ച് 1 ഇന്ത്യ പാകിസ്ഥാൻ്റെ മണ്ണിൽ നേരിടും. അതിനുശേഷം മാർച്ച് 2 റാവൽപിണ്ടിയിൽ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടുമായിരിക്കും മുഖാമുഖം വരാൻ പോകുന്നത്. അതായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയുടെ ലീഗ് സ്റ്റേജിലെ ഷെഡ്യൂൾ. അവസാന പോരാട്ടം മാർച്ച് 2 റാവൽപിണ്ടിയിൽ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടുമായിരിക്കും മുഖാമുഖം വരാൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ആദ്യ സെമി ഫൈനൽ മാർച്ച് 5 ആദ്യ സെമി ഫൈനൽ നടക്കും. കറാച്ചിയിലായിരിക്കും ആദ്യ സെമി ഫൈനൽ നടക്കാൻ പോകുന്നത്. മാർച്ച് 6 റാവൽപിണ്ടിയിൽ രണ്ടാം സെമി ഫൈനലും. മാർച്ച് 9 ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശ പോരാട്ടം ലാഹോറിലായിരിക്കും ആ മത്സരം നടക്കാൻ പോകുന്നത്. സോ ഇതാണ് 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ കംപ്ലീറ്റ് ഷെഡ്യൂൾ ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ടീമിനെ അയക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഷെഡ്യൂളുകളും ചാമ്പ്യൻസ് ട്രോഫികളുടെ ഷെഡ്യൂളുകളും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലീഗ് സ്റ്റേജിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡിനും ബംഗ്ലാദേശിനും ഒപ്പമായിരിക്കും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.